സുഹൃത്തുക്കളെ, ഒരു ചെറിയ സംഗതി ചരിത്രം ഓർമ്മിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഈ സംഗതി ചരിത്രം എന്ന് പറയുമ്പോൾ വളരെ കാലം മുമ്പുള്ളൊരു ചരിത്രമുള്ള 2022-ലാണ്. 2022-ലാണ് നമ്മുടെ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു ED നടപടി വരുന്നത്. അന്നത്തെ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. അന്ന് പിണറായി വിജയൻ പറഞ്ഞൊരു വാക്ക്, കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് ED പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇത് എന്നാണ്. ഇന്ന് നമ്മുടെ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി സ്റ്റാലിൻ, കെജ്രിവാൾ ഒക്കെ കേരള മുൻ മുഖ്യമന്ത്രിക്കെതിരെയുള്ള EDയുടെ ഈ നടപടിയെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രതികരിച്ചത്. എന്നാൽ അതേസമയം കഴിഞ്ഞ ഇലക്ഷനോടനുബന്ധിച്ചിട്ട് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാത്തതെന്ന് 4-5 വേദികളിൽ ഇതേ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടു. ഇതിനൊക്കെ എന്ത് പേരിട്ട് വിളിക്കുമെന്ന് എനിക്ക് അറിയില്ല, അത് വിട്ടേക്ക്, നിങ്ങൾ എങ്ങനെ വെച്ചാൽ പറയാം. എന്തായാലും ഈ ഒരു മുൻ മുഖ്യമന്ത്രിക്കെതിരെ, കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിക്കെതിരെ, 10 വർഷം ഭരിച്ച പിണറായി വിജയനെതിരെ ഇപ്പോൾ ED റെയ്ഡ് നടക്കുന്ന ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം എവിടെയെന്നറിയാലോ, ഡൽഹിയിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ മുഖ്യമന്ത്രിയോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അറിയാവോ? കണ്ടായിരുന്നോ? നോക്ക്. നമ്മുടെ പൂക്കി മുഖ്യമന്ത്രിയാണ്, VD സതീശൻ മേനോൻ എന്ന് പറയുന്ന പൂക്കി മുഖ്യമന്ത്രിയാണ്. നമ്മുടെ കേരളത്തിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഈ അവസ്ഥ ഭയങ്കര കലുഷിതമാണ്. സംസ്ഥാനമൊക്കെ ഭയങ്കര കലുഷിതമാണ്. ഭയങ്കര പോലീസ് പ്രശ്നത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ പോലും നേരം പോലെ നയിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്ന് പറയേണ്ടി വരും. സ്വാഭാവികമായിട്ടും നമുക്കടക്കം ചിന്തിക്കാവുന്നേ ഉള്ളൂ, പിണറായി വിജയനെതിരെയുള്ള ഒരു ED റെയ്ഡാണ്. VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ റെയ്ഡ് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ പോയത് ഇതിനു വേണ്ടിയിട്ടാണെന്നുള്ളൊരു സംശയം ഇവിടുത്തെ പൊതുജനങ്ങൾക്കുണ്ടാവും, ഇടതുപക്ഷക്കാർക്കുണ്ടാവും. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇടതുപക്ഷത്തു നിന്നുണ്ടാവും. ഇതൊക്കെ അറിയാൻ മാതിരി എന്നിട്ടോ ED റെയ്ഡ് കഴിഞ്ഞ് ആ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് അവിടെ ആവശ്യത്തിന് പോലീസിനെ വിന്യസിച്ചിട്ടില്ല എന്നത് നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത്? പിണറായി വിജയനോടാണോ? LDFകാരോടാണോ? അല്ലല്ലോ. ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി ആരാണ്? രമേശ് ചെന്നിത്തല അല്ലേ? അദ്ദേഹമല്ലേ അതിന് ഉത്തരം പറയേണ്ടത്? നമ്മുടെ മുഖ്യമന്ത്രിയെങ്കിലും ഇതിനെ അപലപിക്കുന്നു എന്നെങ്കിലും പറയണ്ടേ? പിണറായി വിജയനെ ഇങ്ങനെ ED ഇത്തരം ചോദ്യം ചെയ്യുന്നതിനെ ഞങ്ങൾ അപലപിക്കുന്നു, അതിനോടൊപ്പം തന്നെ നടന്ന ആക്രമങ്ങൾ ശരിയല്ല എന്ന് തന്നെ പറഞ്ഞാൽ മതി. വാക്കുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം, പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയല്ല പറയേണ്ടത്. ED റെയ്ഡ് ശരിയായില്ല, ഒരാളെ ഇങ്ങനെ ആക്രമിക്കുന്നത് ശരിയല്ല എന്നും, ഒപ്പം തന്നെ അവിടെ നടന്ന ആക്രമണ കാര്യങ്ങളെ അപലപിക്കുന്നു എന്നും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭംഗിയുള്ള വാക്കുകളായിരിക്കും. മിണ്ടിയോ? മിണ്ടിയില്ല. ഒരു പക്ഷേ ഭാവിയിലും നമ്മുടെ കേരളത്തെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇദ്ദേഹം നിശബ്ദനാകാനാണോ പോകുന്നത്? അതോ രാഹുൽ ഗാന്ധി കളിക്കുകയാണോ? രാഹുൽ ഗാന്ധി അങ്ങനെയാണല്ലോ. നമ്മുടെ ഇന്ത്യയെ ബാധിക്കുന്ന എന്തെങ്കിലും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ കർഷക സമരവും മറ്റൊക്കെ ഉണ്ടെങ്കിൽ മൂപ്പരും പെട്ടെന്ന് വിടും, എവിടേക്കെങ്കിലൊക്കെ വിടും, പിന്നെ ടൂറായിരിക്കും. ഒരു സ്ഥലത്തല്ല ഇദ്ദേഹത്തിന് വെച്ചേ, 2 സ്ഥലത്ത് കണ്ടോക്ക്. സംസ്ഥാനത്തെ സാഹചര്യം കേരളത്തിൽ ഒരു നിലപാടും രാജ്യത്ത് വേറെ നിലപാടുമാണോ? അറിയുന്നുണ്ടോ? കേരളത്തിൽ ഒരു നിലപാടും രാജ്യത്ത് വേറെ നിലപാടുമാണോ? അതായത് കോൺഗ്രസ്സുകാർക്കെതിരെ ED വരുമ്പോൾ അതെന്തോ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള പ്രശ്നമാണെന്നും, കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ ED അന്വേഷണം വരുമ്പോൾ അതവർ അർഹിക്കുന്നതാണ് എന്നുള്ളതാണോ കോൺഗ്രസ്സുകാരുടെ നിലപാട് എന്നാണ് ആ ഒരു മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്. ഒരു ചോദ്യം കൂടി നമ്മൾ കേട്ടു, പിണറായി വിജയനെ പോലെ നിങ്ങളും
മാധ്യമങ്ങൾ അവഗണിക്കുകയാണ്. അവിടെയും പിണറായി വിജയൻ പ്രശ്നം. ഞാനതിങ്ങനെ വളരെ പതുക്കെ പറയുന്നുള്ളൂ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇങ്ങനെ പറഞ്ഞാലാണ് ചില കാര്യങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഒരു വീഡിയോ കൂടി കാണാം. Sir, how do you see the raid in Kerala? That Pinarayi Vijayan has said that Rahul Gandhi is also very happy and satisfied with this raid. How do you see this? How do you counter this? Want to say something, sir? അങ്ങയുടെ ദില്ലി സന്ദർശനത്തിന് ശേഷമാണ് പിണറായിയുടെ വീട്ടിലെ റെയ്ഡ് നടന്നത്. Can you share about the meeting? ദുരൂഹതയുണ്ട് എന്നാണ് CPM ഒക്കെ ആരോപിക്കുന്നത്. Yes, all this will ask the court. വല്ല വാക്കും ഏതെങ്കിലും ഒരു വാക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ തമിഴിലോ തെലുങ്കിലോ എന്തെങ്കിലും ഒരു വാക്ക് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞോ? ഇനി LDF-കാരൻ എന്നുള്ള സംഗതി വിട്. അദ്ദേഹം കേരളത്തിലെ ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്. സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ഇതിനെതിരെ സമരം ചെയ്യേണ്ടതൊക്കെ ഇവരെ കൂടി ചുമതലയല്ലേ? ഇവരടക്കം ഉൾക്കൊള്ളുന്ന ആ ഒരു കോൺഗ്രസിനെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളല്ലേ BJP-ക്കാർ? അവരുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ ഏജൻസി അല്ലേ ED. അപ്പോൾ ഇവിടെ LDF-നെയും ഒപ്പം തന്നെ പിണറായി വിജയനെയും ഇടതുപക്ഷ പാർട്ടിക്കാരെയും ഒക്കെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല, വാക്കുകൊണ്ടെങ്കിലും സംരക്ഷിച്ച് നിർത്തേണ്ട ചുമതല ഇദ്ദേഹത്തിനില്ലേ? അതല്ല, ഇതുപോലെ നിശബ്ദമായി നിൽക്കുകയാണ് എങ്കിൽ, ആ ഒരു പൂക്കിച്ചിരിയും ചിരിച്ചുകൊണ്ട് ഇതേപോലെ നിശബ്ദമായി നിൽക്കുകയാണെങ്കിൽ, പണ്ട് കാലത്ത് പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ ചിരി ഒരു മൗനാനുവാദമായിട്ട് എടുക്കും. അതുപോലെ ഈ ചിരി ഏത് മൗനാനുവാദമായിട്ടാണ് കേരളക്കാർ എടുക്കേണ്ടത്? താങ്കളുടെ നിർദ്ദേശപ്രകാരം താങ്കളും BJP-യും തമ്മിൽ ഡീലിന്റെ ഭാഗമായിട്ട് നടന്നതാണെന്നോ? അതോ കേന്ദ്രത്തിൽ നടക്കുമ്പോൾ അയ്യോ എന്നും കേരളത്തിൽ നടക്കുമ്പോൾ ആഹാ എന്നുമാണോ നിലപാട്? അതോ ഒരു നിലപാടുമില്ല എന്നുള്ളതാണോ VD സതീശൻ മേനോൻ മുഖ്യമന്ത്രിയുടെ നിലപാട്? ഇങ്ങനെയൊക്കെയാണ് സാധാരണ ജനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞു. 2022 ഇതേ പ്രശ്നം രാഹുൽ ഗാന്ധിക്ക് വന്നപ്പോൾ പ്രതികരിച്ചൊരു നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നാ. വേണമെങ്കിൽ അന്ന് പിണറായി വിജയനും മിണ്ടാതിരിക്കാം. ഏതൊരു കോൺഗ്രസ് നേതാവാണ് രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ എനിക്കെന്താ എന്ന് പറഞ്ഞിരിക്കാം. പക്ഷേ അദ്ദേഹം ഇതിനെ കൃത്യമായിട്ടും രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കാണുന്നതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ED നിലപാടുകളെ ശക്തമായിട്ട് എതിർത്തു, ശക്തമായ ഭാഷയിൽ അപലപിച്ചു. അത്തരത്തിലുള്ള എന്തെങ്കിലും വാക്കുകൾ ഇപ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്ന ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരിൽ നമ്മൾ കേട്ടുപോകും? കേൾക്കില്ല. അപ്പോൾ സത്യത്തിൽ ആര് തമ്മിലായിരുന്നു ഡീല്? ബൈ.